PV Anwar ഇഷ്യൂ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ആ ബ്ലെൻഡിൽ എന്തെങ്കിലും ചെറിയൊരു അസ്വാരസ്യം ഉണ്ടായിട്ടുണ്ടോ? അത് വെറും അതായത് കുറച്ച് മാധ്യമങ്ങൾ ഇത് വഷളാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക, എല്ലാവരും അല്ല, കുറച്ച് പേര്. അപ്പോൾ ഉദാഹരണത്തിന് സുധാകരനോട് ചോദിച്ചു, എന്തിനാണ് VV സതീശനെതിരായിട്ട് ഇത്രയും ആക്രമണങ്ങൾ വ്യക്തിപരമായി വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്തിനാ അദ്ദേഹത്തിനെതിരെ പറയണത്? അദ്ദേഹം ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനം എടുത്തത്, ഞങ്ങളെല്ലാവരും കൂടിയല്ലേ എന്ന് പറഞ്ഞ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. പക്ഷെ വാർത്ത വന്നത് എന്താ? സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത്, എല്ലാവരും കൂടി എടുക്കേണ്ടത്. ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ നേതൃയോഗം കൂടി, അവർ ഇങ്ങോട്ടുള്ള ആളുകളെ അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ്. ഉടനെ വാർത്തയാണ് പ്രതിപക്ഷ നേതാവിനെതിരായി വിമർശനം. ഈ പറയുന്ന ആളുമായിട്ട് ചർച്ച നടത്താൻ നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗ് നേതാവാണ്, പ്രതിപക്ഷ ഉപനേതാവാണ്. ഞങ്ങൾ ആലോചിച്ചിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തി. അദ്ദേഹം രമേശ് ചെന്നിത്തലയും രണ്ട് ഭാഗത്തായിട്ട് പലവട്ടം ചർച്ച നടത്തി. അദ്ദേഹം ഇത് രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ നോക്കി. അദ്ദേഹം അടക്കമുള്ള ആളുകൾ, മുസ്ലിം ലീഗ് നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ UDF യോഗം കൂടി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു UDF കൺവീനർ വഴി. അതും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ്, ലീഗിൻ്റെ കൂടെ നിർദ്ദേശമാണ്. ഞങ്ങളത് ചെയ്തിട്ട് എല്ലാവരും കൂടി പറഞ്ഞു, എന്നിട്ടും ഇത് ആവർത്തിച്ചാൽ ആ വാതിലങ്ങ് അടച്ചേക്കാൻ പറഞ്ഞു. അതിന് എന്നെ ചോദനപ്പെടുത്തി. ഞാൻ ആ വാതിലങ്ങ് അടച്ചു. ഇതെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനം. അത് തെറ്റായ ചില വാർത്ത. ഇന്നലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പാണക്കാട് തെങ്ങൾ മക്കത്താണ്, അവിടെ നിന്ന് വിളിച്ചു എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിച്ചു. ഉഗ്രം കൺവെൻഷനാണ്. മുഖ്യമന്ത്രി വന്ന് പങ്കെടുത്ത കൺവെൻഷനേക്കാൾ ഇരട്ടി ആൾക്കൂട്ടവും അതിൻ്റെ ഒരു വൈബും, ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലത്തെ കൺവെൻഷൻ. അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടി ഉടനെ തന്നെ വാർത്തയാണ്, പാണക്കാട് കുടുംബം ബഹിഷ്കരിച്ചു. ഒരു ഹജ്ജിന് പോയാൽ ബഹിഷ്കരിച്ചെന്ന് പറയുന്നത് എന്തൊരു വൃത്തികേടാണ്. അതാണോ മാധ്യമപ്രവർത്തനം? പിന്നെ അബ്ബാസ് അലി തങ്ങൾ ഇന്ന് രാവിലെ പര്യടനം ഉദ്ഘാടനം ചെയ്യണം. ഇന്ന് ആര്യാട ഷൗക്കത്തിൻ്റെ പര്യടനം ഉദ്ഘാടനമാണ് ഇന്ന് രാവിലെ അബ്ബാസ് അലി തങ്ങൾ ചെയ്യുകയാണ്. 11 മുതൽ അവരുടെ എല്ലാവരുടെയും പരിപാടി ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. പാണക്കാട് കുടുംബം തങ്ങൾ ഹജ്ജിന് പോയപ്പോൾ അതൊക്കെ ഒരു മാധ്യമ ചിലർ കൂടി അജണ്ടയാണ്. അതൊന്നും ഞങ്ങളെ തോപ്പിക്കാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ കണ്ടാണല്ലോ പാലക്കാട് ഇതേ പണി ചെയ്തതാണ്. ആദ്യത്തെ 7 ദിവസം എന്തായിരുന്നു? എല്ലാ ദിവസവും എനിക്കെതിരെ പത്രസമ്മേളനം വേണം. എനിക്ക് അതിൻ്റെ അകത്തൊരു വിഷമമില്ല. കാരണം ഇപ്പോൾ എല്ലാ ദിവസവും പരസ്യത്തിന് കാശ് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല, പരസ്യം അല്ലാത്ത കാശ് കൊടുക്കാനും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ എനിക്ക് ഇഷ്ടം പോലെ ഫ്രീ എയർ ടൈം കിട്ടുന്നുണ്ട്. എൻ്റെ പേര് എത്ര പ്രാവശ്യമാണ് പകലൊക്കെ വരുന്നത്, പകലും രാത്രിയും വരുന്നത്, കാശ് കൊടുക്കാതെ. അതിപ്പോൾ ലീഗ് MLA അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ ഒരു പ്രസ്താവന വന്നിരുന്നിടയ്ക്ക് PV Anwar എടുക്കണമെന്നൊക്കെ പറയും. അത്തരം ചില കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് അതിൽ അസംതൃപ്തി പ്രസക്തിയില്ലല്ലോ. കാരണം ലീഗ് നേതൃത്വം ഉൾപ്പെടെ UDFൽ വന്ന് ഇത് തന്നെ നടപ്പാക്കണം. ആ ഡോറ് ക്ലോസ്ഡ്. അദ്ദേഹമാണ് ചർച്ച നടത്തിയിരുന്നത്, ലീഗ് നേതാവ്. അദ്ദേഹം വന്ന് പറഞ്ഞാണ്, ഇനി വേണ്ട ചർച്ച, ഇനി ചർച്ചയ്ക്കില്ല, ഞാനും ഇല്ല ചർച്ചയ്ക്ക്, നമ്മൾ ഇനി ആരും പോകണ്ട എന്ന തീരുമാനം എടുത്തത് അദ്ദേഹമാണ്. ആ തീരുമാനത്തെ അത് ശരിയാണ്. കാരണം ചർച്ച നടത്താൻ പോയ ആൾ ചർച്ച നടത്തിയതിൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ക്ലോസ് ചെയ്തു. ഇനി ആ ഇഷ്യൂ അൻവർ എന്തായാലും വേറെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷീണം ഉണ്ടാക്കുമെന്ന് കരുതുന്നു? ഞങ്ങൾ ആ വാതിലടച്ചു, ചർച്ചകളുടെ വാതിലടച്ചു, ചർച്ചയില്ല, അത്ര ഞാൻ പറയുന്നത്. എന്തെങ്കിലും ക്ഷീണം നമുക്കുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് മത്സരം നടക്കുക. മത്സരിക്കാൻ വരുവാണെങ്കിൽ പിന്നെ എന്തിനാ രാജിവെച്ചത്? ഇത് ആളുകളെ പരിഹസിക്കല്ലേ. രാജിയും വെച്ചിട്ട് വീണ്ടും മത്സരിക്കാൻ പറ്റുന്നത്? ഈ എത്ര കോടി രൂപ ചിലവാണ്, ഗവൺമെൻറ്റിന് എത്ര ചിലവാണ്, എത്ര പേരുടെ ബുദ്ധിമുട്ടാണ്, എത്ര പേരുടെ പ്രയാസം എന്താണ്? പിന്നെ എന്തിനാ രാജിവെച്ചത്? മത്സരിക്കാനാണെങ്കിൽ രാജിവെച്ച് എന്തിനാ? ചെയ്തിട്ട് അദ്ദേഹം വീണ്ടും താങ്കൾക്കര് സ്ഥാനാർത്ഥിക്ക് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ താങ്കൾക്കര് നിരന്തരമായി ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നേതൃത്വത്തിലിരിക്കുന്ന ആളല്ലേ, അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. 150 കോടി രൂപ മീൻവണ്ടി കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ മറുപടി. ഞാൻ ചിരിച്ചു വയ്ക്കില്ല. ഇത് പിന്നീട് തിരുത്തേണ്ടി വന്നു. ഞാൻ മുഖ്യമന്ത്രിയോടല്ലേ ചോദിച്ചത്, പറഞ്ഞ ആളെ പറ്റിയല്ലല്ലോ പറഞ്ഞത്. ഇതുപോലത്തെ ഒരു ആരോപണം നിയമസഭയിൽ ഉന്നയിക്കാൻ അനുമതി കൊടുത്ത നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്നാണ് മുഖ്യമന്ത്രിയോട് ചോദിച്ചത്, അല്ലേ? എന്നിട്ട് എന്തുണ്ട് ഈ ആരോപണത്തിന്? കോടതി കൊണ്ടുപോയി കൊടുത്ത്. കോടതി എനിക്കൊരു നോട്ടീസ് പോലെ അയക്കാതെ കീറി കൊട്ടയിലിട്ടു കോടതി. പിന്നെ പറഞ്ഞില്ലേ എന്താണെന്ന്? പിന്നീട് പറഞ്ഞല്ല, പിന്നീട് പറഞ്ഞോളൂ. ഇപ്പം പറഞ്ഞതിനൊക്കെ മറുപടി പിന്നീട് പറഞ്ഞോളൂ. ഞാൻ പറയില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പം എല്ലാം പറയാതിരിക്കണേ. ചില കാര്യങ്ങൾക്ക് നമ്മൾ പറയണ്ട, ചില കാര്യങ്ങൾ അവിടെ കിടക്കട്ടെ,
ഞാൻ അന്ന് പറഞ്ഞത് നിയമസഭാ രേഖകളിൽ നിന്നും മാറ്റരുത്. എൻ്റെ സ്പീക്കറോടൊരു അഭ്യർത്ഥനയുണ്ട്. എല്ലാവരും പറയും നിയമസഭാ രേഖയിൽ കാണരുത്, ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന്. ഞാൻ പറഞ്ഞതല്ല, ഇത് നിയമസഭാ രേഖയിൽ കിടക്കട്ടെ. വരാതിരിക്കുന്ന തലമുറ അറിയണം ഇതുപോലുള്ള ആളുകൾ നിയമസഭയിൽ ഉണ്ടായിരുന്നു.